ഹായ്, എൻ്റെ പേര് റോഷൻ മാത്യു. ചങ്ങനാശ്ശേരിയാണ് സ്ഥലം. 24 വയസ്സ്. ആനന്ദത്തിൽ ഗൗതം റോയ് എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഒരു കോളേജ് പ്രൊമോഷണൽ ഇവൻറ്റിനൊക്കെ പോകുമ്പോഴത്തേക്കിനും ഗണേശേട്ടനും വിനീതേട്ടനൊക്കെ പറയുന്ന ഈ സിനിമയിൽ അഭിനയിക്കുന്ന 7 പുതുമുഖങ്ങളാണെന്ന്. അത് ഞാൻ ഒരിക്കലും തിരുത്തി പറഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു സിനിമയാണ് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ഒരു സിനിമ. ഇതിനു മുമ്പുള്ള പടങ്ങൾ രണ്ടും ഒരുപാട് നല്ല സിനിമകളായിരുന്നു. വലിയ ഭാഗ്യമായിരുന്നു മമ്മൂക്കയുടെ നയൻതാരയുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും. ആടികപ്പിയാരെ കൂട്ടമണി എന്ന് പറഞ്ഞൊരു പടത്തിൽ അത്രയും യങ് ആയിട്ടുള്ളൊരു ക്രൗഡിൻ്റെ കൂടെ നമ്മുടെ ഒരു ന്യൂ ബ്രീഡ് ഓഫ് ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിരുന്നു. പക്ഷേ ഈ 2 സെറ്റിലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും മുഴുവൻ നേരം നിൽക്കാൻ പറ്റിയില്ല. കുറച്ച് ദിവസം വന്നു ഷൂട്ട് ചെയ്ത് പോയി, കുറച്ച് ദിവസം വന്നു ഡബ് ചെയ്ത് പോയി, അങ്ങനെ തീർന്ന സിനിമകളായത് രണ്ടും. ആനന്ദം ഞാൻ ഈ പറഞ്ഞ പോലെ ഏപ്രിൽ 19 തുടങ്ങി ഒക്ടോബർ 21 വരെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരൊറ്റ ദിവസം പോലും ആനന്ദത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ആ 19 മുതൽ ഒക്ടോബർ 21 വരെ എൻ്റെ ലൈഫ് ആനന്ദമായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് എല്ലാ അർത്ഥത്തിലും പറയാൻ പറ്റുന്ന ഇതാണ്. അത് തിയേറ്ററിലിരുന്ന് കണ്ടപ്പോൾ തിയേറ്ററിലേക്ക് ഉള്ളിൽ പോകുന്നവരെ പ്രത്യേകിച്ച് യാതൊരു ഫീലിങ്ങും ഇല്ലായിരുന്നു. തലേന്ന് രാത്രി മുതൽ ടെൻഷൻ കാരണമാണോന്ന് അറിയത്തില്ല, എനിക്ക് ഇരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. എനിക്കിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം, ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റുന്നില്ല. പക്ഷേ പ്രത്യേകിച്ചൊരു നെഞ്ചെടുപ്പോ ടെൻഷനോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ആദ്യത്തെ ഷോയ്ക്ക് ഉള്ളിൽ കയറി എൻ്റെ അപ്പനും അമ്മയും സൈഡിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഷോ എൻ്റെ ഒരു സിനിമയുടെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടൊരു സൈഡിലിരിപ്പുണ്ട്. എന്നിട്ടും പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത്, ഈശ്വര ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് ആദ്യമായിട്ട് സിനിമ കാണുമ്പോഴത്തേക്കിനും ഒന്നും തോന്നുന്നില്ലായിരുന്നു. LJയുടെ ആ ഒരു LJ ഫിലിംസ് എന്നുള്ള ഇത് എഴുതി വരുമ്പോഴത്തേക്കിനും 2 കൈ ഇങ്ങനെ വരും. അതും വന്ന് പിന്നെ ഹാബിറ്റ് ഓഫ് ലൈഫിൻ്റെ ഇൻട്രോയിൽ ദിവ്യേച്ചിയുടെ കൈ കൊണ്ട് ഹാബിറ്റ് ഓഫ് ലൈഫിന് എഴുതുന്ന ആ 2 ഷോട്ടും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. എൻ്റെ അപ്പനൊക്കെ സൈഡിൽ നിന്ന് പെട്ടെന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ എന്നുവെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ആനന്ദക്കണ്ണീരൊന്നുമില്ല, ഞാൻ ഏങ്ങി കരയുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടാണ് ആദ്യത്തെ സിനിമ കണ്ടു, തിയേറ്ററിൽ സ്ക്രീനിൽ കാണുന്നു, ഇവർ രണ്ടുപേരും സൈഡിലിരിപ്പുണ്ട്, അങ്ങനെ ഒരു തോന്നലൊക്കെ വന്നു. പിന്നെ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. സിനിമ കാണാനേ പറ്റിയില്ല. സിനിമ ശരിക്കും കണ്ടത് രണ്ടാമത് കണ്ടപ്പോഴാണ്. ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ ആക്സെപ്റ്റൻസ് ഈ പടത്തിന് കിട്ടുന്നുണ്ട്. കാണുന്നവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് തരുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് പേടികളുണ്ടായിരുന്നു, ഇത് ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനുള്ളിൽ റെസ്ട്രിക്റ്റ് ആയി പോകും, ഈ പ്രായക്കാർക്ക് മാത്രമേ ഈ സിനിമ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഫാമിലി ഓഡിയൻസിൻ്റെ ഡയറക്റ്റ് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോയപ്പോൾ. പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുന്ന ഒത്തിരി പേര്, പല പ്രായക്കാർ, പല നാട്ടുകാർ. അപ്പോൾ അത്രയും വൈഡായിട്ടുള്ളൊരു ആക്സെപ്റ്റൻസ് ലെവൽ ഓഡിയൻസിൽ ഈ പടത്തിന് കിട്ടുമെന്ന് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചതല്ല. അറ്റ്ലീസ്റ്റ് ഞാനൊട്ടും പ്രതീക്ഷിച്ചതല്ല. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതിൻ്റെ ഈ എല്ലാ സന്തോഷത്തിൻ്റെ ഇടയിൽ ഇതങ്ങ് തീർന്നു പോയല്ലോ എന്നുള്ളൊരു ചെറിയ സങ്കടവും കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ 1-2 പ്രൊമോഷണൽ ഇവൻറ്റ്സും ഇൻ്റർവ്യൂസും ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ 7 പേരും ഗണേശേട്ടനും കൂടെ കൂടി ഇനി എന്നാണോ എല്ലാവരും കൂടി ഒരുമിച്ചൊരു സ്ഥലത്ത് വരുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ സങ്കടമുണ്ട്. എല്ലാവരെയും വലിയ ഇഷ്ടമായി ഈ ഷൂട്ടിൻ്റെ സമയം കൊണ്ട്. അപ്പോൾ ഇവരൊക്കെ ലൈഫിൽ നിന്ന് ദൂരെ പോകുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. ആനന്ദത്തിന് ശേഷം സിനിമകൾ ചെയ്യണം മലയാളത്തിലൊന്ന് വലിയ ആഗ്രഹമുണ്ട്. പുതിയ നിയമം, അടികപ്പിയാരെ കൂട്ടമണിയും ചെയ്തപ്പോൾ അതേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉടനെ ഒന്നും കിട്ടാതായപ്പോൾ ഞാൻ നാടകങ്ങൾ ചെയ്തു തുടങ്ങി. എനിക്ക് വെറുതെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആനന്ദം കഴിഞ്ഞ ഉടനെ ഒരുപാട് സന്തോഷം ഉണ്ടാവും. നല്ലൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അത് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് നാടകങ്ങൾ ചെയ്യും. എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് ആരെങ്കിലും വിളിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ. നാടകമൊന്നും ഉണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, ഈ 3 പേരാണുള്ളത്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അപ്പൻ, അമ്മ, ചേച്ചി, കൂടാതെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ദർശന എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബോംബെയിൽ എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, സൃഷ്ടി എന്ന് പറഞ്ഞിട്ട്. ഈ 5 പേരാണ് എൻ്റെ കുടുംബം. വീട്ടിൽ അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, കോട്ടയത്ത് സംക്രാന്തിയിൽ കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ PWD എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയറായി. എന്നെ എഞ്ചിനീയർ ആക്കണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, നടന്നില്ല പാവം. എൻ്റെ ചേച്ചി ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യാണ് ആർക്കിടെക്ചറിൽ, പുറത്താണ്. അത് കാരണം അവൾക്ക് ഇതുവരെ ആനന്ദം കാണാൻ പറ്റിയിട്ടില്ല. അതിൻ്റേതായ വിഷമം അവൾക്കുണ്ട്, എനിക്കുമുണ്ട്. പിന്നെന്താ, പേഴ്സണൽ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ആനന്ദത്തിൽ ഗൗതം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഗണേശേട്ടൻ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ആദ്യം ഗണേശേട്ടൻ ഞങ്ങളെ വിളിച്ച് ഗൗതം എന്നുള്ള ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ക്യാരക്ടറിനെ പറ്റി എല്ലാം ഒന്നും അറിയില്ലായിരുന്നു. പുറമേ നിന്ന് മാത്രം ഗൗതമിനെ അറിഞ്ഞാണ് ഞാൻ ഓഡിഷൻ ചെയ്തത്. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ നരേഷൻ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്,
ഗൗതം എന്ന് പറയുന്ന ആൾ ഞാൻ കോളേജിലായിരുന്നപ്പം പോയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസിലൂടെ പോയിട്ടുള്ള ഒരാളാണ്. അതായത് നമ്മൾ കോളേജ് പോലത്തെ വലിയൊരു കടലിലേക്ക് പെട്ടെന്ന് അങ്ങ് ചെന്ന് കയറുമ്പോഴത്തേക്കിനും ചുറ്റുമുള്ള ആൾക്കാർ തീരുമാനിക്കും നമ്മൾ ആരാവണമെന്ന്. നമുക്കൊരു ഐഡൻറ്റിറ്റി അവരങ്ങ് ഇട്ട് തരും. നീ മറ്റേ കൊച്ചിയിൽ നിന്ന് വന്ന പയ്യനല്ലേ, നിൻ്റെ സംസാരം ഈ ഒരു സ്റ്റൈലല്ലേ, അല്ലെ നീ ഒരു കോട്ടയം വെച്ചാലല്ലേ, നീ എന്നാടാ പോയെന്നും പറഞ്ഞ് സംസാരിക്കുന്ന ടൈപ്പ് ആളല്ലേ. ഇതിങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇവർക്കൊക്കെ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ അതാവണമല്ലേ. അപ്പോൾ ശരി, പിന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ട്രൈ ചെയ്താൽ നമ്മൾ അതാവാൻ ശ്രമിക്കും. പിന്നെ അറിഞ്ഞോ അറിയാതെ 1-2 മാസത്തിനുള്ളിൽ, ചിലപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ അതായിത്തീരും. പിന്നെ കുറേ കാലം കഴിഞ്ഞായിരിക്കും മനസ്സിലാവുന്നത്, പക്ഷെ ഞാൻ ആക്ച്വലി ഇതല്ലായിരുന്നല്ലോ എന്ന്. അപ്പം അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലൂടെ ഗൗതം പോകുന്നുണ്ട്. അത് അഭിനയിച്ച് കാണിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലൂടെ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടിൽ നിന്ന് കോട്ടയത്തു നിന്നൊക്കെ വരുന്ന പിള്ളേരുമായിട്ട് അവിടുത്തെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അടിപൊളി പിള്ളേരാരും അങ്ങനെ മിങ്കിൾ ചെയ്യാറില്ലായിരുന്നു. കാരണം എല്ലാവരും കളിയാക്കും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ ഭയങ്കര മലയാളത്തിൻ്റെ ആക്സെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ സംഭവിക്കാത്തല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവരുടെ അടുത്തെല്ലാം പറഞ്ഞത് ഞാൻ ബോംബെയിലാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. അങ്ങനെ ഒരു ബോംബെക്കാരൻ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ അറിയപ്പെട്ടത്. സത്യം പറഞ്ഞാൽ MCCയിൽ എൻ്റെ കൂടെ 3-4 കൊല്ലം പഠിച്ചിറങ്ങി ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ എൻ്റെ സ്കൂളിങ് മുഴുവൻ ചെയ്തത് കോട്ടയത്താണ്. ഞാൻ ആദ്യത്തെ 2 കൊല്ലം പഞ്ചാബിൽ പഠിച്ചു, പിന്നെ ഞാൻ പഠിച്ചത് മുഴുവൻ KV കോട്ടയത്തിലാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ ഏതോ ബോംബെക്കാരനായി മാറി. എനിക്ക് അറിയത്തുപോലുമില്ല അന്ന് ആ സമയത്ത് ബോംബെ എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഗൗതമിനും ഉണ്ട്. അപ്പം അതൊക്കെ ഗണേശേട്ടൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. അത് ചെയ്ത് കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പേഴ്സണലി. സിനിമ കാണാത്തവരോടുള്ള അഭ്യർത്ഥന കാണണമെന്ന് തന്നെയാണ്. കാരണം ഞങ്ങളുടെ തന്നെ സിനിമേനെ പൊക്കി പറയുമല്ലോ, പക്ഷെ എനിക്ക് ശരിക്കും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല സിനിമയാണ്. അപ്പോൾ കാരണം ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നൊരു പടമാണ്. ഞങ്ങളുടെ പ്രായക്കാർക്ക് മാത്രമല്ല, ഈ പ്രായം കഴിഞ്ഞവർക്കും ഈ പ്രായത്തിലേക്ക് എത്തുന്നവർക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയല്ലേ. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള സിനിമകൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സുഖമുണ്ട്. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തണം. പോയി കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ പോയി കാണുക, ഇഷ്ടപ്പെടുക.